ഹ്യൂമാനിസം മാനവികത എന്ന ചാപ്റ്റർ എങ്ങനെ പഠിക്കാം, അതുപോലെ തന്നെ അതിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയത്, ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ളത് എന്നാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ ചാപ്റ്ററിൽ ഓരോ ലൈനും 1 by 1 ആയിട്ട് ഈ വീഡിയോയിൽ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഉദ്ദേശിക്കുന്ന ഇതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ എങ്ങനെ പഠിക്കാം എന്നുള്ളതുമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഹിസ്റ്ററി ആയതുകൊണ്ട് തന്നെ വളരെ എൻജോയ് ചെയ്ത് നമുക്ക് പഠിക്കാൻ പറ്റിയൊരു ചാപ്റ്ററാണ്. മനോഹരമായ ഒരു ക്ലാസ് നിങ്ങൾക്ക് ചിലപ്പോൾ സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ട്യൂഷനിൽ നിന്ന് കിട്ടിയിരിക്കാം, അതല്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ ഒരുപാട് ട്യൂട്ടോറിയൽസ് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ടാവും. ഈ ചാപ്റ്ററിന്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ടെസ്റ്റ് വെച്ച് പഠിക്കേണ്ടതില്ലെങ്കിലും ചില ഭാഗങ്ങൾ ഇവിടെയൊക്കെ ഈ പോയിന്റൊക്കെ വളരെ മനോഹരമായി കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ടെസ്റ്റിൽ നോക്കി തന്നെ പഠിക്കാം. അതല്ലാത്ത ഒരുപാട് പോയിന്റുകൾ ഉണ്ട്, ഇപ്പോൾ ഇവിടെ ഒന്നും ടെസ്റ്റിൽ ഫില്ല് ചെയ്തിട്ടില്ല. അതൊക്കെ നിങ്ങൾ സ്കൂളിലെയും ട്യൂഷനിലെ നോട്ടുകൾ അല്ലെങ്കിൽ ഒരുപാട് ഓൺലൈൻ റിസോഴ്സുകൾ നിങ്ങൾക്ക് കിട്ടും. അതെല്ലാം വെച്ചാണ് പഠിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഈ ചാപ്റ്ററിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ ഒരുപാട് ടേംസ് പഠിക്കാനുണ്ട്, ഒരുപാട് സ്ഥലങ്ങളുടെ പേര്, അതുപോലെ തന്നെ ഒരുപാട് വ്യക്തികളുടെ പേര് പഠിക്കാനുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ ഇറ്റലിയിലെ ഒരുപാട് ഫാമിലികളുടെ നെയിം പഠിക്കാനുണ്ട്, അതുപോലെ സിറ്റീസ്. സോഷ്യൽ സയൻസിലെ എല്ലാ ചാപ്റ്ററും നിങ്ങൾ പഠിക്കുമ്പോൾ ഒരുപാട് കൺഫ്യൂസ്ഡ് ആവും, ഒരുപാട് പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ മറക്കാം. അങ്ങനത്തെ കാര്യങ്ങൾ മനഃപ്പാഠമായി പഠിക്കാൻ വേണ്ടിയിട്ട് ചില ആളുകൾക്ക് സാധിക്കും, ചില ആളുകൾക്ക് എളുപ്പമായിരിക്കും. അവർ ഒരുപാട് കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ മനഃപ്പാഠമാക്കുകയും ചെയ്യും, ഒരുപാട് കാലം ഓർത്തിരിക്കുകയും ചെയ്യും. പക്ഷേ എല്ലാവർക്കും അങ്ങനെ സാധിച്ചോളണം എന്നില്ല. അപ്പോൾ പെട്ടെന്ന് മനഃപ്പാഠമാക്കാൻ ഓർത്തിരിക്കാൻ ഈ കോഡുകൾ സഹിതം പഠിച്ചാൽ അത് വളരെ ഉപകാരമായിരിക്കും. ഇപ്പോൾ ഈ ടേബിൾ ആണെങ്കിൽ അതൊരു കോഡ് വെച്ച് പഠിച്ചാൽ ആ കോഡ് ആലോചിച്ചാൽ മതി. നിങ്ങൾക്ക് പിന്നെ അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുമ്പോൾ കോഡ് വെച്ച് നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. SSLCക്ക് ആകുമ്പോഴത്തേനും ഒരുപാട് കാര്യങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ മറന്നു പോകും പഠിച്ചത്. അപ്പോൾ ഈ കോഡ് നിങ്ങളുടെ ഓർമ്മയിലുണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതായത് ഇപ്പോൾ ഒരു കോഡ് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഞാൻ ആദ്യം പറയുന്നത്. ഇപ്പോൾ ഈ ടേബിൾ ഒരു കോഡ് സഹിതം പഠിക്കണം. ചില ആളുകൾ കോഡുകൾ വെച്ച് പഠിക്കും, ചില ആളുകൾക്ക് കോഡ് ഉണ്ടാക്കാൻ അറിയുണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ പറഞ്ഞാൽ ഒരു ഇറ്റലിയിലെ മേജർ സിറ്റീസിന്റെ നെയിമാണ്. ഫുട്ബോളിനെ കുറിച്ച് കൂടുതൽ അറിവുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഇപ്പോൾ ഈ മിലാന്, റോം, ഇതെല്ലാം ഇറ്റലിയിലെ ഇന്നത്തെ കുറെ ഫുട്ബോൾ ക്ലബ്ബുകളുടെ നെയിം കൂടിയാണ്. അപ്പോൾ അത് ഫുട്ബോൾ കുറച്ചുകൂടി നോളജ് ഉള്ള ഒരാൾക്ക് ഇതൊക്കെ കുറച്ചുകൂടി എളുപ്പമായി പഠിക്കാൻ സാധിക്കില്ല. ഇതുപോലെ നമ്മുടെ എല്ലാ ചാപ്റ്ററിലും ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടി വരും. അതൊക്കെ കോഡ് വെച്ച് പഠിക്കാൻ നമുക്ക് AI യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ കോഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ ആദ്യം പറയുന്നത്. നിങ്ങൾ ChatGPT അല്ലെങ്കിൽ ഗൂഗിളിന്റെ ജെമിനിയോ ഏതെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏതാണോ അത് വെച്ച് നമുക്ക് ഈ പ്രോംപ്റ്റിൽ നമ്മുടെ കണ്ടന്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കോഡ് ഉണ്ടാക്കി തരും. ലൈക്ക് ഐ ആം എ സോഷ്യൽ സയൻസ് സ്റ്റുഡൻറ്, ഐ നീഡ് യുവർ ഹെൽപ്പ് ഫോർ മെമ്മറൈസ് എ ലിസ്റ്റ് ഓഫ് ഫാക്ട്സ് ഇൻ സോഷ്യൽ സയൻസ് ഫോർ എക്സാം. അങ്ങനെ ഈ പ്രോംപ്റ്റ് കൊടുക്കുക. 3 ടൈപ്പ് നമുക്ക് കോഡ് ഉണ്ടാക്കാം. ലൈക്ക് സെന്റൻസ്, സ്റ്റോറി രൂപത്തിൽ എല്ലാം ലിങ്ക് ചെയ്തുകൊണ്ട് നമുക്ക് പഠിക്കാം. അതുപോലെ തന്നെ ഈ ഓരോ ടേംസിൻ്റെയും ഫസ്റ്റ് ലെറ്റർ അല്ലെങ്കിൽ അതിൽ നിന്ന് ലെറ്റേഴ്സ് വെച്ചുകൊണ്ട് നമുക്ക് ഓർത്തിരിക്കാൻ കോഡ് ഉണ്ടാക്കാം. അങ്ങനെ പല ടൈപ്പിലും നമുക്ക് കോഡ് ഉണ്ടാക്കാം. ഇപ്പോൾ ഈ പ്രോംപ്റ്റിൽ ഇവിടെ ഇൻസെർട്ട് യുവർ കോണ്ടന്റ് ഹിയർ എന്നുള്ളിടത്ത് നിങ്ങളുടെ കോണ്ടന്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഉണ്ടാക്കി തരും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ പ്രിന്റിംഗ് പ്രസ്, ഗുട്ടൻബർഗ്, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അവരൊരു കോഡ് രൂപത്തിലാക്കിയിട്ടുണ്ട്. ChatGPTയുടെ GPTM വെച്ച് അങ്ങനെ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ പല കോഡ് രൂപത്തിലാക്കി തരും അവർ. നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ കോണ്ടന്റ് ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതാണ് നിങ്ങളുടെ കോണ്ടന്റ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലാപ്ടോപ്പോ അല്ലെങ്കിൽ മൊബൈൽ ഫോണോ ടാബോ എന്തോ ആയിക്കോട്ടെ, അതിലെ കോണ്ടന്റ് ഒന്ന് ജസ്റ്റ് കോപ്പി ചെയ്യുക, എന്നിട്ട് അവിടെ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അതല്ലെങ്കിൽ ഇനി ടൈപ്പ് ചെയ്താലും മതി. കാരണം ഈ ചാപ്റ്ററിൽ ഒരുപാട് നെയിംസ് പഠിക്കാനുണ്ട്. റൈറ്റേഴ്സിൻ്റെ നെയിം, പെയിൻറ്റേഴ്സിൻ്റെ നെയിം, ഒരുപാട് നെയിം, അതുപോലെ തന്നെ ഇവരുടെയൊക്കെ നെയിം, അവരുടെയൊക്കെ വർക്ക്, അവരെന്തായിരുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇതെല്ലാം ഒരു കോഡ് രൂപത്തിൽ പഠിച്ചില്ലെങ്കിൽ എന്തായാലും നിങ്ങൾ മറക്കും. ഈ പ്രോംപ്റ്റ് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ നമ്മുടെ കമൻറ്റ് സെക്ഷനിലോ കൊടുക്കാം. ആ പ്രോംപ്റ്റിൽ നിങ്ങളുടെ കോണ്ടന്റ് കൊടുത്താൽ മതി. അതല്ല ഇനി നിങ്ങൾക്ക് കോപ്പി ചെയ്യാനോ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യാനോ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അത് അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ താഴെ നമ്മുടെ പ്രോംപ്റ്റ് കൊടുത്താൽ മതി. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആ ഭാഗം മാത്രം ഒന്ന് ക്രോപ്പ് ചെയ്തിട്ട് ഇട്ടുകൊടുത്താൽ മതി. ഇതിൽ ഞാൻ ഈ ഭാഗം
ഈ ഭാഗം ഞാൻ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിരുന്നു. ഈ ടാബിള് അവരൊരു കോഡ് ഉണ്ടാക്കി തന്നു. ഇത് ഒരു സ്റ്റോറി രൂപത്തിലാണ് അവരെനിക്കത് ഉണ്ടാക്കി തന്നത്. ആ സ്റ്റോറി മനസ്സിലുണ്ടായാൽ തന്നെ നമുക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അത് ഓർത്തിരിക്കാൻ പറ്റും. ആ സ്റ്റോറി എന്തായിരുന്നു എന്നുള്ളത് നിങ്ങൾ തന്നെ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് ഈ ഭാഗം അറിയില്ല, നിങ്ങൾ ഈ ഭാഗം പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഈ കോണ്ടന്റ് ഒന്ന് അതിൽ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ, ആ പ്രോംപ്റ്റിൽ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ പഠിക്കാം. സ്റ്റോറി രൂപത്തിൽ പഠിക്കണമെങ്കിൽ സ്റ്റോറി രൂപത്തിൽ പഠിക്കാം. അതല്ല ഇനി അതിൻ്റെ ലെറ്റേഴ്സ് വെച്ചിട്ടുള്ള കോഡാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് കിട്ടും. ഇനി ചാപ്റ്ററിലേക്ക് വരികയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇപ്പോൾ ഇതുപോലെ ആളുകളുടെ നെയിം, പിന്നെ എവിടെയായിരുന്നു ഇംഗ്ലണ്ടിൽ, ഏത് കാലത്താണ് ഉണ്ടായിരുന്നത്, അതുപോലെ തന്നെ റേഷണലിസം, നോളേജ്, ലവ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെറുത് എന്ന് തോന്നുന്ന പല കാര്യങ്ങളും ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. എവിടുന്ന് എങ്ങനെ ചോദിക്കുന്നത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ഈ ഫീച്ചേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതും നമുക്ക് വേണമെങ്കിൽ കോഡ് രൂപത്തിൽ പഠിക്കാം. അതുപോലെ തന്നെ എനിക്ക് തോന്നിയത് കുറച്ചുകൂടി ബെറ്റർ നിങ്ങൾ ലിങ്ക് ചെയ്ത് പഠിക്കുന്നതാവും കുറച്ചുകൂടി നല്ലത്. അതായത് ഓരോന്നും ലിങ്ക് ചെയ്ത്, അതായത് ആദ്യം ട്രേഡ് ആണല്ലോ അവിടെ പ്രോഗ്രസ് ആയത്, അപ്പോഴാണല്ലോ എക്കോണമി, സമ്പദ്ഘടന മെച്ചപ്പെട്ടത്. അതുപോലെ തന്നെ അപ്പോൾ ഗ്രോത്ത്, അർബൻ ലൈഫിൽ ഗ്രോത്ത് ഉണ്ടായി, നഗര ജീവിതത്തിൻ്റെ വളർച്ച. അങ്ങനെ ഓരോന്നും ലിങ്ക് ചെയ്തിട്ട് ഒന്നുണ്ടാകുമ്പോൾ അടുത്തുണ്ടാവും. അങ്ങനെ ലിങ്ക് ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി അത് ഓർമ്മയിലുണ്ടാവും. അതുപോലെ തന്നെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, ഇതിൽ സ്പെല്ലിങ് എന്തായാലും നിങ്ങൾ തെറ്റാതെ പഠിക്കണം. മലയാളത്തിൽ കുറച്ചുകൂടി എളുപ്പമാണ്, നവോത്ഥാനം എന്നാണ് പറയുക. അതിൻ്റെ ഡെഫിനിഷൻ പഠിക്കണം. അതുപോലെ തന്നെ ഫ്യൂഡലിസം ഡെഫിനിഷൻ അത് പഠിക്കേണ്ടി വരും, എന്താണ് ഫ്യൂഡലിസം എന്നുള്ളത്. അതുപോലെ തന്നെ ഈ ഡെഫിനിഷൻ പഠിക്കാൻ ദ വേർഡ് റിനൈസനസ് മീൻസ് റീബർത്ത് എന്നുള്ളതും, അതുപോലെ തന്നെ അതിൻ്റെ ഡെഫിനിഷൻ ഇവിടെ കുറച്ചുകൂടിയും നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. ദ പീരിയഡ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ ഫ്രം ദ മെഡീവിയൽ ഫ്യൂഡലിസം ടു ദ മോഡേൺ ഏജ്. അതുപോലെ തന്നെ വൈ ഇറ്റലി, എന്തുകൊണ്ട് ഇറ്റലിയിൽ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ അതിൻ്റെ പോയിന്റ്സ് നമുക്ക് വേറെ തന്നെ ടെക്സ്റ്റ് ബുക്കിലില്ല, നിങ്ങൾ നോട്ട്സിൽ നോക്കി പഠിക്കേണ്ടി വരും. അതുപോലെ തന്നെ ഈ ബുക്ക് കീപ്പിംഗ് ഒന്നും നമ്മൾ പഠിക്കേണ്ടത്, ഇതൊക്കെ കൊമേഴ്സ് ആണ്. നിങ്ങൾ ഈ സെൻറ്റൻസ് പഠിച്ചാൽ മതിയാവും. പിന്നെ ഈ സിറ്റീസിൻ്റെ നെയിം എന്തായാലും പഠിക്കേണ്ടി വരും. ഇതാണ് ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എനിക്ക് തോന്നുന്നത് ഈ ഭാഗമായിരിക്കും. ഇതെന്തായാലും നിങ്ങൾ എങ്ങനെയെങ്കിലും കോഡ് വെച്ചിട്ടോ എങ്ങനെയെങ്കിലും അത് പഠിക്കണം. അതുപോലെ തന്നെ സിറ്റികളും അതിലെ ഫാമിലീസ്, ഇറ്റലി ഒരുപാട് മേജർ സിറ്റികൾ വളർന്നു വന്നു, മേജർ ഫാമിലീസ് വളർന്നു വന്നു, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ കുരിശുയുദ്ധം അതൊന്നും പഠിക്കണ്ട, കുരിശുയുദ്ധമൊന്നും ഡീറ്റെയിൽ ആയി പഠിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇത് ഇമ്പോർട്ടൻ്റ് ആയൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതാണ് ഈ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഒരു പ്രശ്നം, അത് പോയിന്റ് ആയിട്ടല്ല കൊടുത്തിട്ടുള്ളത്, എല്ലാം ഒരു ഓർഡറിലല്ല. ഇതൊക്കെ നിങ്ങൾ പോയിന്റായി പഠിക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ ബ്ലാക്ക് ഡെത്ത് എന്താണെന്ന് ചോദിക്കും. അതുപോലെ തന്നെ എന്താണ് നവോത്ഥാനം എന്ന് ചോദിക്കും. അതൊക്കെ നിങ്ങൾ ഏത് കാലഘട്ടത്തിലാണ് ഉണ്ടായത്, എവിടെയാണ് ഉണ്ടായത്, എന്താണ് എന്നുള്ളതൊക്കെ നിങ്ങൾ പഠിക്കണം. അതൊക്കെ ഒരു 2 മാർക്ക് 3 മാർക്ക് ഒക്കെ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ മാപ്പ് പഠിക്കേണ്ടി വരും. കോൺസ്റ്റാന്റിനോപ്പിൾ, അതായത് ഇന്നത്തെ തുർക്കിയുടെ ക്യാപിറ്റലായ ഇസ്താംബൂളാണ് അന്നത്തെ കോൺസ്റ്റാന്റിനോപ്പിൾ. അതെവിടെയെന്ന് അറിയണം. ഇറ്റലിയിലെ ഓരോ ലൊക്കേഷനും നിങ്ങൾ അറിഞ്ഞിരിക്കണം. എല്ലാ ലൊക്കേഷനും അല്ല, അന്നത്തെ മേജർ സിറ്റീസ് ഏതൊക്കെയെന്ന് അറിഞ്ഞിരിക്കണം. പിന്നെ ഹ്യൂമാനിസം, അതുപോലെ തന്നെ സ്കൊളാറ്റിസം, അത് എന്താണ് പഠിക്കണം. ഇവിടെ പറയുന്നുണ്ടല്ലോ, വിച്ച് ഡീപ്ലി റൂട്ടഡ് ഇൻ ക്രിസ്ത്യൻ തിയോളജി, അതെന്താണെന്ന് പഠിക്കണം. അതുപോലെ തന്നെ ഈ സ്കൊളാറ്റിസത്തിൽ നിന്ന് ഹ്യൂമാനിസത്തിലേക്കുള്ളൊരു കടന്നുവരവുണ്ടല്ലോ, അത് പഠിക്കണം. അതുപോലെ തന്നെ ഇവിടുന്ന് അങ്ങോട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, കുറേ ആളുകളുടെ പേര്. അതുപോലെ തന്നെ ഈ പെയിൻറ്റിങ്ങിൻ്റെ കാര്യം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഫീച്ചേഴ്സ് ഇവിടെ നമ്മൾ എന്തായാലും പഠിക്കണം. ഇത് നമുക്ക് ഓർത്തിരിക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ്. ഈ മൊണാലിസ എന്നുള്ള ആ ചിത്രം ഉണ്ടല്ലോ, ആ ചിത്രം മനസ്സിലുണ്ടായി തന്നെ ഇതിലെല്ലാ പോയിന്റും നമുക്ക് കിട്ടും. ആ മൊണാലിസ എന്നുള്ള ചിത്രം മനസ്സിലുണ്ടായാൽ അതാണ് ഇതിലുള്ള എല്ലാ പോയിന്റ്സും. പോർട്രേറ്റ് ആണ്, അതുപോലെ തന്നെ ഓയിൽ പെയിൻ്റ് ആണ്. അതുപോലെ തന്നെ ആ ചിത്രം മനസ്സിൽ കണ്ടാൽ നമുക്ക് ഓർമ്മ വരും, കുറച്ചുകൂടി റിയലിസ്റ്റിക് ആണ്. അതുപോലെ തന്നെ ഡെപ്ത് ഉണ്ട്. ആ ചിത്രം മനസ്സിലുണ്ടായാൽ തന്നെ നമുക്കൊരു 4-5 പോയിന്റ് ഇതിൽ നിന്ന് കിട്ടും. അതുപോലെ തന്നെ ദ ലാസ്റ്റ് സപ്പർ, ലിയൻഡ്രോ ഡാവിഞ്ചി, അങ്ങനെ ഒരുപാട് പേര് പഠിക്കാനുണ്ട്. ഒരുപാട് അവരുടെ റൈറ്റിങ്സിൻ്റെ നെയിം പഠിക്കാനുണ്ട്, പെയിൻറ്റിങ്ങിൻ്റെ നെയിം പഠിക്കാനുണ്ട്. ഇതുപോലത്തെ ബോക്സുകളൊക്കെ ഞാൻ പറഞ്ഞ പോലെ കോഡായി പഠിക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ പ്രിൻറ്റിംഗ് പ്രിൻസിൻ്റെ ഇൻഫ്ലുവൻസ്,
ആ പോയിന്റുകൾ പഠിക്കേണ്ടി വരും. ഇതെന്തായാലും പഠിക്കണം. അങ്ങനെ ഒരുപാട് ശാസ്ത്രജ്ഞന്മാരുടെ പേര് പഠിക്കാനുണ്ട് ഇവിടെ. റിഫോർമേഷൻ, അതിലും ഒരുപാട് ആളുകളുടെ പേര് പഠിക്കാനുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ചാപ്റ്ററിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകളുടെ പേര് പഠിക്കാനുണ്ട്. ചില ആളുകൾക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആവും ഇതുപോലുള്ള പേരുകളൊക്കെ പഠിക്കാൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളൊരു കോഡൊക്കെ വെച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമാവും. അതുപോലെ തന്നെ ഈ സ്കൊളാറ്റിസവും ഹ്യൂമാനിസവും തമ്മിലുള്ള ഡിഫറൻസ് അതെന്തായാലും പഠിക്കണം. ഹ്യൂമൻ ഫോക്കസ്ഡ് ആണ്, ഗോഡ് ഫോക്കസ്ഡ് ആയിരുന്നു, അതുപോലുള്ള ഡിഫറൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഈ ഡാവിഞ്ചി, റഫേല്, അങ്ങനെ ഒരുപാട് പേരുടെ പേര് പഠിക്കാനുണ്ട് ഇതിൽ. അവരുടെ വർക്ക് എന്തായിരുന്നു, ഫേമസ് വർക്ക്. ഇപ്പോൾ ഡാവിഞ്ചിയുടെ ആണെങ്കിൽ മൊണാലിസ, ദ ലാസ്റ്റ് സപ്പർ. ഇതൊക്കെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഒന്നുകിൽ പ്രോംപ്റ്റിൽ നിങ്ങളുടെ കണ്ടന്റ് കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. അതിനകത്ത് ബ്ലാക്ക് ഡെത്ത്, ദ ഫാൾ ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ, അതായത് ഓട്ടോമൻസ് തുർക്കികളുടെ ഒരുപാട് കാലത്തെ അവരുടെ ഗോളായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കുക എന്നുള്ളത്. അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് നമ്മൾ പഠിക്കണം. അതുപോലെ തന്നെ ബ്ലാക്ക് ഡെത്തിൻ്റെ ഇമ്പാക്റ്റ് പഠിക്കണം. ഈ ചാപ്റ്ററിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ഡിസ്കസ് ചെയ്യുകയാണ്. ഫസ്റ്റ് നമ്മൾ ആ ഫസ്റ്റ് പറഞ്ഞ ക്വസ്റ്റ്യൻ ആണല്ലോ, റേഷണലിസം, നോളജ്, ലവ്. നെക്സ്റ്റ് ഇതാണ് ഞാൻ പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഈ ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ. എന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കണം കേട്ടോ ഈ ഭാഗം. പിന്നെ വാട്ട് ഈസ് ഹ്യൂമാനിസം, വാട്ട് ഈസ് റിനസനൻസ്, ഇതൊക്കെ കുറച്ചുകൂടി ഈസി ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പിന്നെ ഈ സിറ്റികളുടെ നെയിം അതെന്തായാലും പഠിക്കണം. പിന്നെ ഇത് എന്തുകൊണ്ട് ഇറ്റലിയിൽ വന്നു എന്നുള്ളതിൻ്റെ കാരണങ്ങൾ കൂടിയാണിത്. പിന്നെ എന്തുകൊണ്ട് ഇറ്റലിയിലെ സിറ്റീസ് വെൽത്തിയർ ആയി കമ്പയർ ടു യൂറോപ്യൻ സിറ്റീസ്, അതിലേക്ക് നയിച്ച സാഹചര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ബ്ലാക്ക് ഡെത്ത് എന്താണ്, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ പോലെ സ്കൊളാറ്റിസം, ഹ്യൂമാനിസം തമ്മിലുള്ള ഡിഫറൻസ്. ഇനി ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തല്ലോ, വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഭാഗമാണ് ഈ ചാപ്റ്ററിലെ. പിന്നെ ഇതുപോലത്തെ ബോക്സ് ഒക്കെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ കോഡായി പഠിക്കുന്നതാണ് നല്ലത്. ഒരുപാട് പഠിക്കാനുണ്ട്. ഇതൊക്കെ ഓരോന്നും പഠിച്ച് അത് ഓർത്തിരിക്കുക എന്നുള്ളത് വളരെ പ്രയാസമേറിയ കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞല്ലോ ഇൻഫ്ലുവൻസ്, ടെക്സ്റ്റ് ബുക്കിൽ പോയിന്റ് 2 തന്നിട്ടുള്ളൂ, ബാക്കി ഇതിലുണ്ട്. അതുപോലെ തന്നെ ഹൂ ഇൻവെന്റഡ്, അങ്ങനെ ഒരുപാട് ചെറുതായ വലുതുമായ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. മാർട്ടിൻ ലൂതർ കിങ്, അങ്ങനെ ഒരുപാട് ആളുകളുടെ പേര് പഠിക്കാനുണ്ട്. ഇതൊക്കെ നമുക്ക് കോഡായിട്ട് പഠിക്കാവുന്നുള്ളൂ. അതുപോലെ തന്നെ റിഫോർമേഷൻ്റെ ഇമ്പാക്റ്റ്, വാട്ട് ഡു യു മീൻ ബൈ കൗണ്ടർ റിഫോർമേഷൻ, ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ. കാരണം സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞത് മനഃപ്പാഠമാക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ ഒരുപാട് ട്യൂട്ടോറിയൽസ് കണ്ടിട്ടോ അങ്ങനെയല്ല, ഒരു ട്യൂട്ടോറിയൽസ് അല്ലെങ്കിൽ നിങ്ങൾ സ്കൂളിൽ ഒരു ക്ലാസ് ഒക്കെ മതി. ബാക്കി നിങ്ങളുടെ അടുത്താണ്. നിങ്ങൾ എത്ര സമയം ചെലവഴിക്കുന്നത് മനഃപ്പാഠമാക്കാൻ. ഇത് എസ്സേ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഹൈ മാർക്ക് ക്വസ്റ്റ്യൻ ആണിത്. അതുപോലെ തന്നെ ഇതും മേ ബി എസ്സേ ചോദിക്കുക, ഇതും ഇതിൻ്റെ കൂടെ വേറെ ഹ്യൂമാനിസം കൂട്ടിയിട്ടൊക്കെ ചോദിക്കാം. അതുപോലെ തന്നെ ഇത് ചെറിയ ഷോർട്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ കൂടിയാണ്. ഇതെന്തായാലും പഠിക്കണം. ഇതൊന്നും പഠിക്കണ്ട, ഇത് പഠിക്കണം. കുരിശുയുദ്ധം ചോദിക്കാൻ സാധ്യത കുറവാണ്. കാരണം അതൊക്കെ നമുക്ക് കുറച്ച് എന്താണ് കുരിശുയുദ്ധം എന്ന് അറിയാൻ വേണ്ടി കൊടുത്തതാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊന്നും എന്താണ് ബ്ലാക്ക് ഡെത്ത് എന്ന് മാത്രം പഠിച്ചാൽ മതി. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ മാപ്പ് നിങ്ങൾ പഠിക്കണം. ഈ കോൺസ്റ്റാന്റിനോപ്പിൾ എവിടെയാണെന്നുള്ളത്, ഇത് തുർക്കിയാണ്, അതായത് തുർക്കിയുടെ ഈ ഭാഗത്തായിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ഇറ്റലി, മെഡിറ്ററേനിയൻ സീ, ഇതൊക്കെ പഠിക്കണം. അരിസ്റ്റോട്ടിൽ, അങ്ങനെ ഇതുപോലുള്ള ആളുകളുടെ പേര് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞ പോലെ പഠിക്കുക. സ്കൊളാറ്റിസം പഠിക്കണം. അതുപോലെ തന്നെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് പേരുകളാണ് പഠിക്കാനുള്ളത്. അത് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ എന്തെങ്കിലും കോഡായിട്ടോ
അങ്ങനെയൊക്കെ പഠിക്കുക. പ്രിന്റിംഗ് പ്രസിന്റെ ഇൻഫ്ലുവൻസ് പഠിക്കണം. ഇതുപോലെയാണ് നമുക്ക് എസ് ചോദിക്കുക. റിഫർമേഷൻ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഈ ടെക്സ്റ്റ് ബുക്കിൻ്റെ PDF എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും എന്നറിഞ്ഞാൽ അഥവാ ഇല്ലാത്തവർക്കാണെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ടെക്സ്റ്റ് ബുക്ക് അതുപോലെ തന്നെ ഈ റിസോഴ്സ് ഇതല്ല, അതുപോലെ തന്നെ ഈ റിസോഴ്സ് ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഉള്ള റിസോഴ്സുകളുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അത് ഇതുവരെ ഉപയോഗിക്കാത്തവരുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഓൾ ദ ബെസ്റ്റ്.